നമസ്കാരം ആർപി. നമസ്കാരം. വളരെയധികം ആശങ്കാജനകമായൊരു കാര്യമാണ്. ഇറാനെ ആദ്യം വിചാരിച്ചിരുന്നത് ഇറാൻ ഒരാഴ്ച കൊണ്ട് തീരും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യത്തിന് മുന്നിലെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഒരു വളരെ ദൂരം, അതായത് ഏകദേശം 3000 പുറത്ത് 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗർഷിയിലേക്കാണ് അവരുടെ ഒരു മിസൈൽ അയച്ചിരിക്കുന്നത്. MRBN ഒരു മിഡ് റേഞ്ച് മിസൈൽ ആകാനാണ് കൂടുതൽ സാധ്യത. അത്ര വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഇറാൻ്റെ ഈ ആക്രമണം നടക്കും. വളരെ ചരിത്രപരമായി കൂടി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഡീഗോ ഗാർഷി. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സൈനിക താവളങ്ങളിലൊന്നാണ്. അവരുടെ ഏറ്റവും ന്യൂക്ലിയർ വെപ്പൺസിൻ്റെയും ഒക്കെ കേന്ദ്രം കൂടിയാണ് ഈ ഡീഗോ ഗാർഷി അമേരിക്കയ്ക്ക് പുറത്ത്. അത്തരമൊരു പ്രദേശത്തേക്ക്, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങളിൽ പലതും സ്വതന്ത്രമായതിനു ശേഷം അമേരിക്ക കണ്ടെത്തിയ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സൈനിക താവളമാണ്. ആ സൈനിക താവളത്തിലേക്കാണ് ഇറാൻ ഇത്തരത്തിലൊരു മിസൈൽ അയച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തു പറയുന്നത്? തീർച്ചയായിട്ടും ഡീഗോ ഗാർഷിയുടെ ഒരു പ്രാധാന്യം ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മളധികം മനസ്സിലാക്കിയിട്ടില്ല. നമ്മളുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിന്, നമ്മുടെ പ്രതിരോധ വകുപ്പിന്, നാവികസേനയ്ക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഡീഗോ ഗാർഷ്യ ഭാരതത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന അമേരിക്കൻ താവളമാണ്, അമേരിക്കൻ സൈനിക താവളമാണ്. നമ്മളിൽ എത്ര പേർക്ക് അതറിയാവുന്നറിയില്ല. ഒരുപക്ഷെ ഒരു ഫൈറ്റർ വിമാനത്തിന് ഏതാനും 1 മണിക്കൂർ പോലും വേണ്ട തിരുവനന്തപുരത്തിൻ്റെ മുകളിൽ ഡീഗോ ഗാർഷ്യയിൽ നിന്ന് അമേരിക്കൻ ഫൈറ്റർ വിമാനത്തിന് എത്തുമെന്നല്ല, എത്തിയാൽ നേരെ പോകുമെന്നുമല്ല. പക്ഷേ ദൂരം നോക്കുമ്പോൾ അത്രയും മതിയെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. കാരണം വളരെ അടുത്താണ് ഭാരതത്തിനിടയ്ക്ക്. ഈ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സുപ്രധാനമായ ഒരു വഴിത്തിരിവെന്ന് പറയാവുന്നത് ഈ യുദ്ധത്തിൽ മിഡിൽ ഈസ്റ്റിനപ്പുറം ഈ യുദ്ധം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, എൻ്റെ അഭിപ്രായമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ ഭീതിജനകമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനെ സംബന്ധിച്ചത് ഇപ്പോൾ ഹരി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഇറാനെ അടിച്ചു തീർക്കുമെന്നൊക്കെ അമേരിക്ക വിചാരിച്ചിരുന്നു എന്ന്. അത് നമ്മൾ മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്, അമേരിക്കയിലും പലരും അത് പറയുന്നുണ്ട്. പക്ഷേ അത്ര നിഷ്കളങ്കമാണ് അമേരിക്കയുടെ ഇറാനെക്കുറിച്ചുള്ള പഠനമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമേരിക്കയ്ക്കും പ്രസിഡന്റ് ട്രംപിനും കുറേയൊക്കെ അറിയാമായിരുന്നു ഇറാൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളമാണെന്ന്. ഇറാഖ് പോലെ, സിറിയ പോലെ തീർക്കാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇറാനിലുള്ളത്. വ്യവസ്ഥാപിതമായ സൈന്യമുണ്ട്, വലിയ ഭരണ സംവിധാനമുണ്ട്, അതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് തീരുമെന്ന് അവർ വിചാരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ IRBM ടെസ്റ്റ് ചെയ്തതാണോ എന്നാണ് സംശയം. അതായത് IRBM മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ടെസ്റ്റ് ചെയ്തതാണോ എന്നാണ് ഒരു സംശയം. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ 4000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ ദൂരപരിധി 2000 കിലോമീറ്ററാണ്. അത് ക്യാപ്ഡാണ്, അതിനപ്പുറം പോകാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ 3000-നും മുകളിൽ പോയിട്ടാണ് ഇത് ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി വന്നത്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. അമേരിക്ക SM-3 എന്ന് പറയുന്ന ഇൻ്റർസെപ്റ്റർ ഉപയോഗിച്ച് 1250 കിലോമീറ്റർ ഒക്കെ മൈൽ ദൂരത്തു നിന്ന് തന്നെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് അമേരിക്കയുടെ കയ്യിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കത് 2 മിസൈലുകളും അവർ പ്രതിരോധിച്ചു. പക്ഷേ 4000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഈ IRBM വിട്ടു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ പരിധിക്കുള്ളിൽ വരുന്നത് ഡീഗോ ഗാർഷ്യ മാത്രമല്ല, യൂറോപ്പിൻ്റെ ദക്ഷിണ ഭാഗങ്ങളുമാണ്. അതായത് മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് ഈ യുദ്ധം വ്യാപിപ്പിക്കുകയാണ്. ഒരു പക്ഷേ വളരെ ഡെസ്പറേറ്റായിട്ട് ഇറാൻ ചെയ്യുന്നതാകാം. അതല്ലെങ്കിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ഇറാൻ്റെ കയ്യിൽ സകല സന്നാഹങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അവരിതുവരെ പറയാത്ത കേപ്പബിലിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഏതായാലും വലിയൊരു കൺഫ്യൂഷൻ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, വലിയ ആശങ്കയുണ്ടായിട്ടുണ്ട്. അത് നമ്മളും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും ഈ യുദ്ധത്തിൻ്റെ ഒരു രംഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതീയരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. കാരണം ആർപി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് തൊട്ടടുത്താണ്, ഇന്ത്യയുടെ തെക്ക് പ്രദേശത്താണ് ഈ പറയുന്ന ഡീഗോ ഗാർഷ്യ വരുന്നത്. ആ ഒരു അർത്ഥത്തിൽ വളരെയധികം ഇന്ത്യക്ക് വളരെ അടുത്തായി യുദ്ധം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആസ്പെക്റ്റ്. അതോടൊപ്പം തന്നെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യുദ്ധം നടന്നതിന് മറ്റൊരു പോസിറ്റീവ്, അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെന്നാണ്. അതായത് ഇറാൻ ഏകദേശം ഈ അണ്വായുധത്തിൻ്റെ ഒരു അടുത്തെത്തി, അല്ലെങ്കിൽ ഇസ്രായേലിൽ ലക്ഷ്യം വയ്ക്കുന്ന രീതിയിൽ എല്ലാ സന്നാഹങ്ങളും
പൂർത്തിയാക്കി എന്ന് വേണമെങ്കിൽ അല്ല, നമുക്ക് പറയാൻ പറ്റും. അത് തുടക്കം മുതൽ ഞാനൊരു കാര്യം പറയാം. തുടക്കം മുതൽ ഈ യുദ്ധത്തിൽ ഞാൻ കാണുന്ന ഏക ന്യായീകരണം അമേരിക്കയുടെയല്ല, ഇറാൻ്റെയല്ല, അത് ഇസ്രായേലിൻ്റെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ് മറ്റൊരു രാജ്യം. ഇസ്രായേലുമായിട്ട് യഥാർത്ഥത്തിൽ അവർക്ക് അതിർത്തി ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതിർത്തിയില്ല. അണുബോംബിനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് മതപരമായ കാരണങ്ങൾ കൊണ്ട്, ശത്രുത കൊണ്ട് പറയുകയാണ് മറ്റൊരു രാജ്യം. അതുകൊണ്ട് ആ രാജ്യത്തെ ക്ഷീണിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഇസ്രായേൽ അത് വളരെ സമർത്ഥമായി അമേരിക്കയുടെ തോളിലിരുന്ന് ചെയ്തു, അല്ലെങ്കിൽ വെടിവെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു ന്യായീകരണം ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ, അമേരിക്കയ്ക്ക് പോലും ഇല്ല. അപ്പോൾ കൈപൊള്ളി നിൽക്കുന്നത് അമേരിക്കയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് വളരെ പ്രധാനമാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഹർ എന്നും പറഞ്ഞ് ഇറാൻ്റെ ഒരു ന്യൂസ് ഏജൻസി ഉണ്ട്. ഏതാണ്ട് ഔദ്യോഗികമാണ്, എന്നാൽ പൂർണ്ണമായിട്ട് ഔദ്യോഗികമല്ല. ആ ഏജൻസി തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ കഴിവെന്താണ്, ഞങ്ങളുടെ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി, ഞങ്ങളുടെ ആക്രമണത്തിനുള്ള ശക്തി എന്താണ് എന്നുള്ളത് ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നും അല്ല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് മെഹർ ഏജൻസി ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതും കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള അമേരിക്കൻ താവളം ലക്ഷ്യമാക്കി ഇവർ മിസൈൽ തൊടുത്തത്. അത് തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. പ്രത്യേകിച്ചും അമേരിക്കയുടെ B1, B2, B5 വരെയുള്ള സെപ്പറേറ്റ്, അതായത് ടോർപഡോസും എല്ലാം ന്യൂക്ലിയർ വെപ്പൺസിൻ്റെയും ഒക്കെ ഒരു വലിയ കേന്ദ്രമാണ് ഈ പറയുന്ന ഡിഗോ ഗാർഷ്യ. അമേരിക്കയുടെ 2 ഗുവ ആൻഡേഴ്സൺ കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ബേസാണ് ഡിഗോ ഗാർഷ്യ. അപ്പോൾ അത്തരത്തിലൊരു ബേസിനെ കേന്ദ്രീകരിക്കും. അമേരിക്ക ഇരിക്കുന്ന, അവർ ലക്ഷ്യം വെച്ചത് മുഴുവൻ അമേരിക്കയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ഗൾഫ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. അതായത് അമേരിക്കയ്ക്ക് പുറത്ത് ഉള്ള അമേരിക്കയുടെ ഇറാന് കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം നടത്തുകയാണ്. തീർച്ചയായിട്ടും ഇതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാവും. ഇപ്പോൾ സൗദി അവരുടെ ഗതി കെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സഹിച്ചിട്ടും അവരെ ഒന്നും പറയാതിരുന്നവർ, അവരുടെ പ്രതിരോധത്തിൽ മാത്രം ആണ് നിന്നത്. ഇപ്പോൾ സൗദി രാജകുമാരൻ പറഞ്ഞിട്ടുണ്ട്, നയതന്ത്ര ബന്ധമൊക്കെ അവസാനിക്കുകയാണ്, നിങ്ങളെല്ലാം പുറത്തു പോകുന്നത്. ഏതാണ്ട് എനിക്ക് മനസ്സിലാക്കുന്ന ലക്ഷക്കണക്കിന് ഇറാനിയൻസ് ജോലി ചെയ്യുന്നതാണ് സൗദി അറേബ്യയിൽ. അപ്പോൾ ഗൾഫ് മേഖല ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഡിഗോ ഗാർഷ്യയിലെ ഈ ആക്രമണം കൂടി കാണുമ്പോൾ, ഡിഗോ ഗാർഷ്യ ആക്രമിച്ചില്ല, പക്ഷേ ലക്ഷ്യം വെച്ച് മിസൈൽ വന്നു എന്നുകൂടി കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ, ഇറാൻ്റെ ആണവശക്തി ഇല്ലാതാകട്ടെ, ആയുധശക്തി ഇല്ലാതാകട്ടെ, ലോകം കുറച്ചുകൂടി സമാധാനത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.